ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ ഒരു വൺ ഡേ ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൺ ദ വേ ആണ് പോകുന്നത്. കുട്ടമ്പുഴ എന്ന ഒരു പ്ലേസിലേക്കാണ്. അപ്പോൾ ഈ ഒരു പ്ലേസ് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ എറണാകുളം ജില്ലയിൽ തന്നെയുള്ള ഒരു ലൊക്കേഷനാണ്. എറണാകുളം ജില്ലയിലെ കോതമംഗലത്താണ് ഈ ഒരു പ്ലേസ് വരുന്നത്. കോതമംഗലത്ത് നിന്ന് 20 മിനിറ്റ് പോകാനുണ്ട്. അപ്പോൾ അവിടെയാണ് ഈ ഒരു ലൊക്കേഷൻ. അപ്പോൾ വൺ ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് പോകാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലേസാണ്. നമുക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ പോകാൻ പറ്റിയൊരു അടിപൊളി പ്ലേസാണ്. പിന്നെ നമ്മളിപ്പോൾ ഓൺ ദ വേ ടു നമ്മുടെ റിസോർട്ടിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഓൺ ദ വേ ടു റിസോർട്ട്. പോണ വഴിക്കൊക്കെ നമ്മൾ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസസൊക്കെ കണ്ടു. പിന്നെ അവിടെ ഒന്നും അങ്ങനെ നമ്മൾ ഇറങ്ങി അങ്ങനെ ഫോട്ടോസൊന്നും എടുത്തില്ല. ഈ ഒരു ലൊക്കേഷനൊക്കെ അടിപൊളി ലൊക്കേഷനായിരുന്നു. ഇവിടെയൊന്നും അങ്ങനെ ഇറങ്ങിയില്ല. അപ്പോൾ നമ്മളങ്ങനെ വണ്ടിയിൽ തന്നെ ഇരുന്ന് അങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ ഇവിടേക്ക് ഒന്ന് ഇറങ്ങി. ജസ്റ്റ് ഒന്ന് അവിടേക്ക് ഒന്ന് നിന്നു, ഫോട്ടോസൊക്കെ എടുത്തു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു പ്ലേസിൽ പോകുന്നത്. ആരെങ്കിലും ഇതിനു മുമ്പ് ഈ ഒരു പ്ലേസിൽ പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ വീഡിയോയിൽ. പിന്നെ പോകാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് പോയി വൺ ഡേ ട്രിപ്പ് നമുക്ക് പോയി വരാൻ പറ്റിയൊരു ബെസ്റ്റ് പ്ലേസാണ്. പിന്നെ സ്റ്റേ ചെയ്യുന്നവർക്കും സ്റ്റേ ചെയ്ത് വരാം. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത് വീട്ടിൽ നിന്ന്. ഇനി നമ്മൾ അവിടെ എത്തിയപ്പോൾ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞു. നമ്മുടെ റിസോർട്ട് ഇതാണ്. റെയിൻ ഡ്രോപ്സ് എന്നാണ് റിസോർട്ടിൻ്റെ പേര്. ഫൈനലി നമ്മളിവിടെ എത്തി. റിസോർട്ട് അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു കാണാനൊക്കെ. പിന്നെ ഫുൾ ചുറ്റിനും മരങ്ങളും ചെടികളൊക്കെ ആയിട്ടുള്ള ഒരു റിസോർട്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ ഒരു റംബൂട്ടാൻ്റെ മരവും പേരമരവും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ഒരു പ്രത്യേക ഒരു ബ്യൂട്ടിഫുൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. പിന്നെ തണുപ്പെന്ന് എന്താണെന്ന് വെച്ചാൽ തണുപ്പ് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞ് കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് നിന്നു, റംബൂട്ടാനൊക്കെ ഒന്ന് നോക്കി അങ്ങനെ നിൽക്കണമായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ. ഇതാണ് റിസോർട്ടിൻ്റെ. അപ്പോൾ അകത്ത് ഇൻസൈഡ് വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരു ഡൈനിങ് ഹാളുണ്ട്, പിന്നെ 3 ബെഡ്റൂംസാണുള്ളത്, പിന്നെ ഒരു കിച്ചൺ, ഒരു വർക്ക് ഏരിയ, അങ്ങനെയാണ് റിസോർട്ട്. അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞിട്ട് ആണ് നമ്മൾ ലഞ്ച് കഴിച്ചത്. അപ്പോൾ ലഞ്ച് നമ്മൾ ഓൾറെഡി വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ലഞ്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. കുറച്ച് നേരമൊക്കെ കഴിഞ്ഞു. കുറച്ച് സമയമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ റിസോർട്ടിൻ്റെ ബാക്കിലേക്ക് പോകാനായിട്ടുള്ളൊരു പോയി. റിസോർട്ടിൻ്റെ ബാക്കിൽ കൂടി ഒരു വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ടുള്ളൊരു വേ ഉണ്ട്. അപ്പോൾ അവിടെ തന്നെയുള്ളൊരു ഇതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി. നല്ലൊരു കുറച്ച് നടന്ന് നമ്മളങ്ങനെ പോയി. അപ്പോൾ ഇപ്പോൾ നമ്മളങ്ങനെ പോകുന്ന ഒരു ചെറിയൊരു പാലമൊക്കെ ഉണ്ട്. പാലമൊക്കെ കയറി അങ്ങനെ പോകുന്നത്. അങ്ങനെ നമ്മൾ റിസോർട്ടിൻ്റെ ബാക്കിൽ കൂടി നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നടന്നു കഴിയുമ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ എത്തും, സ്പോട്ടെത്തും. അപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞ് അന്ന് ഇറങ്ങിയില്ല, വെള്ളത്തിലൊന്നും അങ്ങനെ ഇറങ്ങിയില്ല. പിന്നെ തിരിച്ച് പോകുന്ന നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് നമ്മൾ വെള്ളച്ചാട്ടത്തിലൊക്കെ ഇറങ്ങി. പിന്നെ നനഞ്ഞതൊക്കെ അങ്ങനെയാണ്. അതിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല. വെള്ളത്തിലിറങ്ങുമ്പോൾ ഫോണൊന്നും അങ്ങനെ ഫോൺ എടുത്ത് വീഡിയോ എടുത്ത് അങ്ങനെ പോയില്ല. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നുമില്ല. ഫോട്ടോസൊക്കെ ഞാൻ ആഡ് ചെയ്യാം, എടുത്ത ഫോട്ടോസൊക്കെ ഞാൻ ആഡ് ചെയ്യാം.
ഇതാണ് ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ലൊക്കേഷൻ. അപ്പോൾ നമുക്ക് വെള്ളത്തിൽ കൂടി നടന്ന് പോകാനത്ര ഒരാഴമുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് മോർണിംഗാണ് നമ്മൾ വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിച്ചതൊക്കെ. അപ്പോൾ വെള്ളത്തിൽ കൂടി ഇറങ്ങി പോണ വീഡിയോസൊന്നും എടുത്തില്ല. ഈ ഒരു പോയിൻ്റ് വരെ നമുക്ക് പോയി നിൽക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ അവിടെ വന്നു കഴിഞ്ഞിട്ട് ഭൂതത്താൻകെട്ട് ഡാമിൽ പോയിട്ടുണ്ടായി. ഡാമിൽ പോയിട്ടുള്ള അവിടുത്തെ വീഡിയോസ് അങ്ങനെ എടുത്തില്ല. പ്രത്യേകിച്ച് അവിടെ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ അവിടെ നിന്ന് പോകുന്നപ്പോൾ കണ്ട ഒരു കോടമഞ്ഞിൻ്റെ ഒരു വ്യൂ ആണിത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് റിസോർട്ടിലേക്ക് പോയി. പിന്നെ ഈ സൈഡിൽ കാണുന്നത് അവിടുത്തെ പാർക്കാണ്. പിന്നെ പാർക്കിലൊന്നും നമ്മളങ്ങനെ കയറിയില്ല. ഡാമിൽ പോയി ഡാം കണ്ടു. സോ ഫൈനലി നമ്മുടെ കുട്ടമ്പുഴ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ആൻഡ് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ വൺ ഡേ ട്രിപ്പ് ആൻഡ് ഹോം സ്റ്റേ എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ഓൾമോസ്റ്റ് അടുത്തുള്ള പ്ലേസൊക്കെ കവർ ചെയ്തു. പിന്നെ റിസോർട്ടിൻ്റെ കോമ്പൗണ്ടിലുള്ള പ്ലേസും ഒക്കെ കവർ ചെയ്തു. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, comment, share and subscribe my channel. So see you in next video.